നമസ്കാരം. നമസ്കാരം. മട്ടാഞ്ചേരി ഹാരിസ്, തോക്ക് കേസ് പ്രതി റിയാസ്, പുലി നസീർ, പിന്നെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് ബിലാൽ. കേട്ടാൽ ആർക്കും ബിലാൽ എന്നൊക്കെ പണ്ട് ബിഗ് ബീത്തെ ബിലാലാണെന്ന് തോന്നും. ഇത്ര തരത്തിലുള്ള വലിയ ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് ഒരു നേതാവ് ഇന്നലെ എറണാകുളത്ത്, പേര് പെടുത്ത് പറയുന്നതിന് കുഴപ്പമില്ലാതെ തോന്നുന്നു, സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ്, കോൺഗ്രസിന് സെമി കേഡറാക്കുമെന്ന് പറഞ്ഞ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വന്ന പരിപാടിയിൽ പങ്കെടുത്തത്. അതിനുശേഷം ഇത്തരത്തിൽ വലിയ ഗുണ്ടകൾ വരുന്നു. അവർ വന്നത് മറ്റൊന്നിനുമല്ല, രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ ആ പ്രോഗ്രാമിന് തന്നെ മാനനഷ്ടം സംഭവിച്ച പോലെ എന്നാൽ അവർ വന്നതുകൂടി മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു വലിയ പരിപാടിയിൽ ഇത്തരത്തിലെ വലിയ ഗുണ്ടകൾ വരുന്നു. ഇന്നലെ അവർ പറഞ്ഞത് ഏത് ഗുണ്ടകളായാലും ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. ഇന്നലെ രാത്രി അവർ കാലൊക്കെ വെച്ചൊരു വട്ടമേശ സമ്മേളനം പോലെ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളാണ്, ഏത് ഗുണ്ടകളായാലും ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും, അത് ഗുണ്ടകളാന്ന് വെച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ ഞങ്ങൾക്കില്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അതിനുശേഷം ഇന്നലെ പിന്നീട് ഒരു സ്ഥലത്ത് പോയിങ്ങാണ്ട് ഈ പറഞ്ഞ പങ്കെടുത്ത നേതാക്കന്മാരിൽ ഒരാൾ പോയി പ്രതിയാവും, പ്രശ്നം ഉണ്ടാവുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്, ബാറിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സതീശൻ സർക്കാരിൻ്റെ ഇമേജ് തന്നെ കളയുന്ന രീതിയിലാണ് സുധാകരൻ്റെ നേതൃത്വത്തിൽ. ഇത് എനിക്ക് തോന്നുന്നു സുധാകരൻ മാത്രമല്ല, ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന വേറെ പല നേതാക്കന്മാരും പുറകിലുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം. അവർ പറഞ്ഞിട്ടുണ്ട്, ഏത് കുറ്റവാളിക്കും മരണക്കിടക്കയിൽ പോലും മാനസാന്തരം വരാമെന്നാണ് ബൈബിൾ വചനം പറയുന്നത്. അതെ. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ളക്കാരെ, അതായത് ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ വരെ ആയുധം വയ്പ്പിച്ച് കീഴടക്കാൻ പറ്റിയ രണ്ട് മഹാന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് വിനോബ ഭാവയും മറ്റാരുമല്ല ജയപ്രകാശ് നാരായണനും. ജയപ്രകാശ് നാരായണൻ മുമ്പിൽ ഒത്തിരി കൊള്ളക്കാരെ, ഏറ്റവും അറിയപ്പെടുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള കൊള്ളക്കാരെ ആയുധം വെച്ച് കീഴടങ്ങി. പക്ഷെ ആ ഉദ്ദേശശുദ്ധിയാണോ ഇവിടെ ഇവരെ വെച്ച് തൂഫാൻ കേൾക്കാൻ വളരെ രസമുള്ള കാര്യമാണ്, പ്രചാരണം നടത്തുന്നത്. തൂഫാന് വേണ്ടി പുതിയ പ്രൊജക്റ്റ്, മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രൊജക്റ്റ് നടത്തുന്നത് അതിനു വേണ്ടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സതുദ്ദേശം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, പക്ഷെ അവരൊരു കുറ്റസംഭവം നടത്തണം. അപ്പോൾ ഈ വന്നവർ ഞങ്ങൾ ആയുധം വെച്ചിരിക്കുന്നു, ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങളുടെ പ്രവൃത്തികൾ തുടരുകയില്ല എന്നും ഇവർ പറയാൻ, സുധാകരന് മുമ്പിൽ പറയാൻ ബാധ്യതയുണ്ടോ? അത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്താതെ, ഇനി സമൂഹത്തെ ഉപദ്രവിക്കില്ല എന്നൊരു ഉറപ്പ് കൊടുക്കാതെ എങ്ങനെ ഇവർക്ക് ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റും? ആ പരിപാടി നടത്തുന്നതിനല്ല, ആ പരിപാടിയുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയും? ഉറപ്പ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ തൊട്ടപ്പുറം കുറച്ച് മണിക്കൂറുകൾക്ക് അപ്പുറം തന്നെ പോയി ബാറിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു പ്രക്രിയ നമ്മൾ കണ്ടതാണ്. അല്ല, ഇവരുടെ ഇൻഹറൻ്റായിട്ട് ഇവരുടെ കൊച്ചിയുടെ അല്ലെങ്കിൽ കൊല്ലത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ രാഷ്ട്രീയങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും ഇവരെല്ലാം പരസ്പരം പങ്കാളികളാണ്. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുഹൃത്തുള്ളവരുണ്ടായിരുന്നു, കർണാടകത്തിൽ റോളക്സ് എബ്രാഹിം എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇങ്ങനെ പല 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 ഘട്ടങ്ങളിൽ ഇവരുടെയൊക്കെ സഹായം രാഷ്ട്രീയ നേതാക്കൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പവിത്രമായ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു കുരിശുയുദ്ധമെന്നാണ് പറയുന്നത്, പവിത്രമായ യുദ്ധമെന്നാണ് പറയുന്നത്. അവിടെ ഇവരുടെ സാന്നിധ്യം നല്ലതോ ചീത്തയോ അതാണ് അറിയേണ്ടത്. അവരുടെ സാന്നിധ്യം നല്ലതാണോ ചീത്തയാണോ, അവർക്ക് ഫലപ്രദമായി എങ്ങനെ ഇടപെടാൻ പറ്റും, ഇത് നമുക്ക് അറിഞ്ഞേ പറ്റൂ. കാരണം ജനങ്ങളുടെ പേരെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ, രമേശ് ചെന്നിത്തല നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയാം. കാരണം രമേശ് ചെന്നിത്തല പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു കേസ് നിന്നുവരികയാണ്. കശുവണ്ടി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, നിരന്തരം നടത്തിക്കൊണ്ട കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഏത് ഗ്രൂപ്പാണെന്ന് എല്ലാവർക്കും അറിയാം, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഉത്തരവ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരും. ഇന്ന് വരും, നാളെയാണ് കോടതി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒത്തിരി കേസുകളുണ്ട്. അപ്പോൾ 10 ഗ്രാം ഏതാനും ഗ്രാം മയക്കുമരുന്ന് പിടിക്കുന്നത് കൊണ്ട് മാത്രം തീരുന്നല്ല, മയക്കുമരുന്ന് കച്ചവടം ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനുമുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെല്ലാ പാർട്ടിയിലുമുണ്ട്. അവരെ ഉപയോഗിച്ചാണ് കച്ചവടം നടത്തുന്നത്. അത് കേരളത്തിന് പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്നവരായിരിക്കും കൂടുതൽ. പക്ഷേ അതിൻ്റെ ബെനിഫിഷ്യറി, സാമ്പത്തിക ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ടവർ വേണം. അത് തന്നെയാണ് കശുവണ്ടി കള്ളക്കടത്തിന് നടന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ചെറിയ ഉദാഹരണം പറയാം. കശുവണ്ടി കള്ളക്കടത്തിൻ്റെ സമയത്ത് കടുത്തുരുത്തിയിൽ നിയോജകമണ്ഡലത്തിൽ ഒരു UDFിൻ്റെ യോഗം നടക്കണം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ആ യോഗത്തിൻ്റെ സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കശുവണ്ടി കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെ പങ്കെടുക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്.
തിരുവനന്തപുരം പങ്കെടുക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ സുധാകരൻ്റെ മീറ്റിങ്ങിൽ ഇവർ പങ്കെടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത് അവർ പങ്കെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ബാക്കി വരുന്നവരെല്ലാം മാന്യന്മാരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയ കുഴപ്പമില്ലാത്ത പിള്ളേരാണ് സെറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ പിന്നെ ഉപയോഗിക്കുകയാണ്. ഇന്ന് സുധാകരൻ പങ്കെടുത്ത മീറ്റിങ്ങിൽ ഇവർ പങ്കെടുത്തെങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന രമേശ് ചെന്നിത്തല ഭരിക്കുമ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ മേൽ കൈവയ്ക്കാൻ, അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കും. അതാണ് മെസ്സേജ്. ഈ പുലി നസീറിൻ്റെയൊക്കെ ദേഹത്തെ കൈവയ്ക്കാൻ പോലീസുകാരൻ മടി കാണിക്കും. കാരണം സുധാകരൻ്റെ അടുത്തേക്ക് ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നെ സുധാകരൻ അടുത്ത കാലത്ത് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല, പലതരത്തിൽ. അത് വളരെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ട കോൺഗ്രസിൻ്റെ സംഘടനാർത്ഥം പഠിക്കണം. ഇതിപ്പോൾ കെ സി വേണുഗോപാലിനെ വേണമെങ്കിൽ രമേശ് ചെന്നിത്തല കൺട്രോൾ ചെയ്യാം. രമേശ് ഇതിൻ്റെ ഡാമേജ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന രമേശിനാണ്. രമേശ് ചെന്നിത്തല ഇങ്ങനെതിരുവാ, സതീശിനെതിരുവാന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബെനിഫിഷ്യറി ആരെ അവിടെ വരാൻ പോകുന്നത്? രമേശ് ചെന്നിത്തലയുടെ ചിറ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന സതീശനല്ലാതെ ആരെങ്കിലും ഉണ്ടോ? തന്നേക്കാൾ കൂടുതൽ പ്രാമുഖ്യം രമേശ് ചെന്നിത്തലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ കിട്ടുന്നു എന്നുള്ള തോന്നൽ വേണുഗോപാലിനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ആകത്തില്ല. കാരണം ഇങ്ങനെ സുധാകരൻ വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാത്തൊരു നേതാവാണ് സതീശൻ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മാത്രം പ്രശ്നമായിരിക്കില്ല. കാരണം വി ഡി സതീശനാണ് ഈ സർക്കാരിൻ്റെ തലമുതിർന്ന നേതാവ്, ഈ സർക്കാരിനെ നയിക്കുന്നത്. അപ്പം മുന്നണിയിലെ ഏത് വകുപ്പിന് എന്തെങ്കിലും കോട്ടം പറ്റിയാലും അത് ചെന്നെത്തുന്നത് സതീശനായിരിക്കും. അതുകൊണ്ട് തന്നെ സതീശൻ ഈ വിഷയത്തിൽ എന്താ പറയുക, ഏത് വിധം വന്നാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂട്ടണ്ട എന്നുള്ള നിലപാടുകാരനായിരിക്കും. ഒരു ഗുണ്ടകളെയും കൂടെ കൂട്ടണ്ട എന്നുള്ള നിലപാടുകാരനായിരിക്കും സതീശൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കോട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്യില്ല. പിന്നീട് ചെയ്യുന്നത് സുധാകരനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുധാകരൻ ഒരിക്കലും സതീശനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയോ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കില്ല ഇതെന്ന് തോന്നുന്നു. മാത്രമല്ല ഇന്നലെ രാത്രി അവർ ചേർന്നപ്പോൾ അവർ പറഞ്ഞത് ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് മാത്രം കാര്യമല്ല, ഈ മയക്കുമരുന്ന് കേസിനെ നേരിടാൻ കുറച്ച് കയ്യാങ്കളിയൊക്കെ വേണം. അപ്പം അതിന് ഞങ്ങളെ പോലത്തെ നേതാക്കന്മാരുടെ വേണം. അപ്പം പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ, പോലീസിനെ ഒഴിവാക്കി കണ്ട് അവരിരുന്നാൽ പോലെ. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് അവരുടെ അഭിപ്രായം അവർ പറയുന്നത്. ഇങ്ങനെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കയ്യാങ്കളില്ല നേതാക്കന്മാർ വേണം, എന്നാലുള്ള മയക്കുമരുന്ന് ലഹരി മാഫിയൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം ഇന്നലെ വട്ടമേശ സമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ അകത്തെ ആഭ്യന്തര കലഹത്തിൽ, ആഭ്യന്തര സമരങ്ങളിൽ ഇവർ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, അതാണ് അതിൻ്റെ വ്യക്തം. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി എന്നുള്ള രണ്ടാമത്തെ കുറിച്ച് ഇവിടെ പ്രതിക്കൂട്ടിലേക്ക് വരാൻ പോകുന്ന കെ സി വേണുഗോപാല യുക്തിപരമായ എല്ലാ സാഹചര്യങ്ങളും വേണുഗോപാലിന് ഇൻട്രസ്റ്റോടെ വരും. കാരണം ഇപ്പോൾ പേരെടുക്കുന്ന രണ്ടുപേര്, ഒന്ന് വി ഡി സതീശന്, രണ്ട് രമേശ് ചെന്നിത്തലയാണ്. ഒരു നേതാവ് എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുറവ് നികത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം ഇതാ, ഈ ഇവിടെ മറ്റുള്ളവരുടെ ഇമേജ് ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഇത് ഇഷ്യൂ ആയിട്ട് കോൺഗ്രസിൻ്റെ വേറെ ഇപ്പോൾ നിയാസ് ഇവിടെ പറയുന്നുണ്ട്, ഒരാളെ നിയമിച്ചതിനെ പറ്റി നിയാസ് പറയുന്നുണ്ട്. BJP ആയിട്ട് ബന്ധമുള്ള ഒരാളെ ഇലക്ഷൻ കമ്മീഷനിൽ നിയമിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി ഒരു പരാതി നിയാസ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിയാസിന് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, UDF-ലെ കക്ഷികൾ, LDF-ലെ കക്ഷി, ഇവർക്കൊന്നും പ്രശ്നമില്ലേ? നിയാസ് എടുത്ത് പറയുന്നു അദ്ദേഹം RSSുമായി ബന്ധമുള്ളതാണ്. BJP-യുടെ പല പ്രോഗ്രാമിലും അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും RSSനെയും BJP-യെയും അനുകൂലിച്ചിട്ടുള്ളതാണെന്നുള്ളതും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി, ഇത്തരത്തിൽ RSS ഐഡിയോളജിക്ക് എതിരായി നിൽക്കുന്ന ഒരു പാർട്ടി എന്തിനാണ് ഇത്ര തരത്തിൽ നേതാക്കന്മാരെ ഇലക്ഷൻ കമ്മീഷനായി നിൽക്കുന്നത് എന്നുള്ളതും, ഫ്യൂച്ചറിൽ ഇനിയൊരു വോട്ട് ചോരി, രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരി അതേ കാര്യം കേരളത്തിൽ പ്രാബല്യമായാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഇദ്ദേഹമായിരിക്കും എന്നുള്ളതും. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് UDF സർക്കാരും ലീഗ് കെ എം ഷാജിക്ക് അദ്ദേഹം തുറന്ന് വാക്പോരിന് നേരുന്നുണ്ട്. തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് കെ എം ഷാജി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ട് അദ്ദേഹം ഇന്നലെ AICCക്ക് കത്തെഴുതി, രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതി, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കത്തെഴുതി ഈ വിഷയം ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടെടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ താങ്കൾ പറഞ്ഞ RSSനോട് വിരോധമുള്ള, സംഘപരിവാറിനോട് വിരോധമുള്ള നിയാസ് എന്നുള്ള ഒരൊറ്റ ഭാരവാഹി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, എത്ര പേര് കൂടെ നിൽക്കണം? നിയാസ് ആരും കേൾക്കാനില്ലാതെ വരുമ്പോഴും വീണ്ടും നിയാസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഒരു പഴയകാല ബന്ധത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ഒന്നുകിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ CPM-ആയിട്ട് ബന്ധപ്പെട്ടവരാണ്. പിന്നെ കുറേ പേര് ലീഗുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. BJP-ആയിട്ട് ബന്ധപ്പെട്ടവർ വളരെ കുറവായിരിക്കും. ഈ അടുത്ത കാലത്താണ് BJP-ആയിട്ട് ബന്ധപ്പെട്ടവർ വരുന്നത്. മറിച്ച് നിയാസ് പറയുന്ന ആരെയാണ് വെക്കാൻ പറ്റുന്നത്? അപ്പോൾ ആരെ വെച്ചാലും പരാതി പറയും. ഇപ്പോൾ ചന്ദ്രശേഖരനെ വെക്കാവോ? നിയാസിനെ, ചന്ദ്രശേഖരൻ അവിടെ ഇരിക്കുന്നതിനെ പറ്റിയുള്ള നമ്മൾ കുറച്ച് മുമ്പ് ചർച്ച ചെയ്തതാണ്. ചന്ദ്രശേഖരനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് നിയാസിന് അറിയണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതുണ്ട്. ഉണ്ണിത്താനെ സപ്പോർട്ട് നടന്നു നിയാസ് കുറേ നാൾ പെരിയ ബാലകൃഷ്ണനെതിരായിട്ട്.
അവിടുത്തെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണാതെ പ്യുവർലി ഓൺ മെറിറ്റിൽ കാണാൻ ഒരു ശ്രമം ഇവർ നടത്തിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. ഇവിടെ ഈ ഗുണ്ടകളെ വിളിച്ച് കൂടിയതിനെ പറ്റി നിയാസിന് എന്താ അഭിപ്രായം പറയണേ? അത് പറയണം നിയാസ്. ഏറ്റവും കോൺഗ്രസിനെ ബാധിക്കുന്ന മെയിൻ പ്രശ്നം ഏതാ? ഇതാണോ ബാധിക്കുന്നത്, മറ്റേതാണോ ബാധിക്കുന്നത്? നാളെ ഇലക്ഷൻ കമ്മീഷനെ നിലക്കെടുത്താൻ നല്ല മുഖ്യമന്ത്രി വിചാരിച്ചാൽ പറ്റും, മറ്റു ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ പറ്റും. കമ്മീഷൻ അവിടെ ഇരിക്കുകയുള്ളൂ. കേന്ദ്രത്തിലെ കമ്മീഷൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വല്ലതും പറ്റുന്നുണ്ടോ? അല്ല, ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. മഹുവ മൊയ്ത്ര അല്ല, മമതാ ബാനർജിക്ക് അവസാനം കൈവിട്ട് പോകുന്ന രീതിയിലോട്ട് അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ വരെ പെരുമാറുന്ന നമ്മൾ കാണാം. അപ്പോൾ ഒരു വിധത്തിൽ BJPക്ക് കേന്ദ്രത്തിൽ പറയുന്നുണ്ട്, BJPയുടെ ഈ പറഞ്ഞ പോലെ പാവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് പല രീതിക്ക് തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ RSS വിഭാഗമുള്ള അല്ലെങ്കിൽ BJP ചായ്വുള്ള ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇത്തരത്തിൽ RSS അജണ്ടകൾ മാറ്റാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പല ആളുകളുടെയും വോട്ടുകൾ തട്ടിക്കളയാനും ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ നിയാസ് മുമ്പോട്ട് വെക്കുന്നത്. ഇവിടെ നിയാസ് പറയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം പോകുന്നത്. നിയാസ് ചില കാര്യങ്ങൾ പറയുകയും പല കാര്യങ്ങളും പറയാതിരിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നിയാസിന്റെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. വ്യക്തമായി ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിയാസ് സംസാരിക്കുന്നത്. ഇപ്പൊ സതീശിനെ അറ്റാക്ക് ചെയ്യണം, അതിന് കിട്ടിയ പടി അതവിടെ ഉപയോഗിക്കുകയാണ്. പക്ഷെ മറിച്ച് ബാക്കി നിയാസ് മാത്രമല്ലല്ലോ കോൺഗ്രസിന്റെ നേതാവ്, വേണുഗോപാലിന്റെ കൂടെയുള്ള നേതാവ് നിയാസ് മാത്രമല്ലല്ലോ, എത്രയോ പേരുണ്ട്. അവരൊക്കെ സൈലന്റാണ്. കേരള കോൺഗ്രസ് സൈലന്റാണ്, ലീഗ് ഒരു സൈലന്റാണ്. കാരണം ഏത് ഉദ്യോഗസ്ഥനും മുൻകാലങ്ങളിൽ ഇപ്പം NGO യൂണിയനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഇവർക്ക് എടുക്കാൻ പറ്റുമോ? വളരെ ചുരുക്കമായിരിക്കും. സംഘപരിവാരമായിട്ട് ബന്ധപ്പെടാത്ത സർക്കാർ ഉദ്യോഗസ്ഥനെ എടുക്കാൻ പറ്റുമോ? ഇവർക്ക് നാളെ അവിടെ ചെല്ലുമ്പോൾ ഇത് വേണ്ടേ? അവിടെ ഇപ്പം ഇനി ഇവർ പച്ചയ്ക്ക് സംഘപരിവാർ വിരുദ്ധ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചു എന്നിരിക്കട്ടെ, നാളെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേരെ തിരിച്ച് നിലപാടെടുത്താലോ? നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് സംഘടിതമായ ഫൈറ്റ്, സംഘപരിവാർ താല്പര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് സംഘടിതമായൊരു ഫൈറ്റാണ് വേണ്ടത്. നിയാസിൻ്റെ ഒറ്റപ്പെട്ട ഈ സെക്ടേറിയൻ ഫൈറ്റിൻ്റെ ഫലം എന്ന് പറഞ്ഞ് മുതലെടുക്കുന്ന എതിരാളിയാണ്. നമ്മൾ ദുർബലമാകുക, നിയാസ് എടുക്കുന്ന നിലപാട് ദുർബലമാകുക. പക്ഷെ മറിച്ച് സതീശിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇവൻ RSSൻ്റെ ആളാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഇതിനെ എതിർക്കേണ്ട രീതി. അതല്ല ഇപ്പൊ ഈ പറയപ്പെട്ട പോലെ ഇത്ര തരത്തിലുള്ള ഗുണ്ടകൾ മട്ടാഞ്ചേരി റിയാസ് ഇവരൊന്നും വന്നിട്ട് എന്താ പറയുക നിയാസ് ഈ വിഷയത്തിലൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ള സാറ് പറയുന്നതിന്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം വരുമ്പോൾ മാത്രം നിയാസും ഉണ്ടെന്നു, ഇത്തരത്തിലുള്ള വലിയ ഗുണ്ടകൾ കോൺഗ്രസിനെ പാർട്ടിയെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ നിയാസ് ഒന്നും ശബ്ദിക്കുന്നില്ല. അത് പൂർണ്ണമായും ന്യായപരമായ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ സത്യസന്ധമായ പ്രതികരണങ്ങൾ, സെക്ടേറിയനായിട്ടുള്ള ഡിവിസീവായിട്ടുള്ള പ്രതികരണങ്ങൾ എപ്പോഴും വിപരീത ഫലം ചെയ്യുള്ളൂ. ഇതിനായിട്ട് മറിച്ച് മെറിറ്റ് നോക്കി പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവും. നിയാസ് പറഞ്ഞതിന് ഫലം ഉണ്ടാവും. ശരിയാണ്. അപ്പം അതിന് പകരം ഇത്രയും കോൺഗ്രസിനെ അടുത്ത കാലത്ത് ബാധിച്ചിരിക്കുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നം, സുധാകരൻ പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ് മത്സരിക്കണോ വേണ്ടി എന്നുള്ളതല്ല. ഇതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൗഡി ലിസ്റ്റിൽപ്പെട്ടവരെ അവരെ പരസ്യമായിട്ട് കുറ്റസമ്മതം നടത്താതിരിക്കുമ്പോൾ അവരുടെ സഹായത്തോടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ അപലനീയം തന്നെയാണ്. അതിനെ എതിർക്കാൻ പറ്റാത്തൊരു കോൺഗ്രസ് നേതാവിനെ പറ്റി എന്ത് പറയാൻ? നിയാസിനെ എങ്ങനെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ പറ്റും? അപ്പോൾ നിയാസ് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? മാത്രമേ ഉള്ളൂ. ആ ചോദ്യം എത്തിച്ചു തരുന്നത് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിലോട്ടാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഉത്തരം കിട്ടുന്ന ചോദ്യം.